ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് അമ്പലത്തിലൊന്ന് പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്ക് കുറവായിരുന്നു. പിന്നെ അമ്പലത്തിന് ഉള്ളിലൊന്നും ഫോട്ടോഗ്രാഫി അതേപോലെ വീഡിയോഗ്രാഫി ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അമ്പലത്തിൻ്റെ പുറത്ത് ഉള്ള കുറച്ച് വീഡിയോസാണ്. പിന്നെ അതേപോലെ തന്നെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്, അതിൻ്റെയാണ് വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കേൾക്കില്ല, കാല് കഴുകിയില്ല, ഒരു തവണ കുറേ തവണ കഴുകിയില്ല, ഇനി പോവാൻ നമുക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബോട്ട് സർവീസിന്. കുറേ പ്രൈവറ്റ് ബോട്ടുകളാണ് ഈ പകൽ സമയത്തുള്ളത്. മോർണിംഗിൽ ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ തന്നെ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ് പല ഭാഗങ്ങളിലേക്കായിട്ടുണ്ട്. പിന്നെ ഉല്ലാസ ബോട്ടുകളും മോർണിംഗ് ടൈമിൽ ഗവൺമെൻറ്റിൻ്റെയാണെന്ന് തോന്നുന്നു, അതുണ്ട്. പിന്നെ ഡേ ടൈമിലൊക്കെ കൂടുതലും പ്രൈവറ്റ് ബോട്ടുകളാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ചാർജൊന്നുമില്ല. നമുക്കൊരു അരമണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് വെറും 50 രൂപ ആൾക്ക് വരുന്നുള്ളൂ. അതുപോലെ ഫാമിലിക്കൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബോട്ടുകളുണ്ട്, അതിന് 500 രൂപ ഉണ്ടാകാണ്ട് വരുന്നത്. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ബോട്ടാണ് ഈ വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 70 പേരാണ് ടോട്ടൽ കപ്പാസിറ്റി പറയുന്നത്. അങ്ങനെ ഞങ്ങളും ബോട്ടിൽ കയറി. പിന്നെ സെൻറ്ററിലായിട്ട് ആ സൈഡിലിരിക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സെൻറ്ററിൽ ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അധികം പേരും ചെയറിലൊന്നും ഇരിക്കുന്നില്ല, എല്ലാവരും ഈ സൈഡിൽ വന്നിട്ട് നിൽക്കുക ചെയ്യുന്നത്. പിന്നെ അതാ കാണുന്നതാണ് നമ്മൾ പുറപ്പെട്ട നമ്മുടെ ബോട്ട് ജെട്ടി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ടെമ്പിൾ. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ രാവിലെ വന്നതാണ് അമ്പലത്തിൽ. രാവിലെ ഷൊർണൂരിൽ നിന്ന് 8:15 ഇൻ്റർസിറ്റി, കണ്ണൂർക്കുള്ള ഇൻ്റർസിറ്റി. അത് ഏകദേശം ഒരു 11:15 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി, കണ്ണൂരെത്തി. പിന്നെ അവിടുന്ന് നമുക്ക് പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് ബസ്സുള്ളത്. അവിടുന്ന് ഏകദേശം ഒരു 25 രൂപയുടെ വഴി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എത്തും, ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെത്തും. പിന്നെ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപയുടെ ഓട്ടോ ചാർജേ വരുന്നുള്ളൂ അവിടേക്ക്. നമുക്ക് ബസ് കിട്ടാനും അതേപോലെ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കിട്ടാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലെ വണ്ടികളാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ അന്നദാനം ഉണ്ട്, ലേഡീസിനും അതേപോലെ ജെൻസിനൊക്കെ സെപ്പറേറ്റാണ് ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഐസ്ക്രീം അതേപോലെ ജ്യൂസസൊക്കെ അവൈലബിളാണ്. ഫ്രഷ് ജ്യൂസല്ല, പാക്കറ്റ് ജ്യൂസുകളൊക്കെ അവൈലബിളാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു, നമ്മൾ തിരിച്ചെത്തി.